നമുക്കറിയാം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ആദ്യത്തെ കുട്ടിക്കും അല്ലെങ്കിൽ രണ്ടാമത് ജനിക്കുന്ന പെൺകുട്ടികൾക്കും ആനുകൂല്യങ്ങൾ നൽകാറുണ്ട്. ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതൊക്കെ തന്നെ നമ്മളെ അംഗൻവാടിയിലൂടെയാണ്. അംഗൻവാടി പ്രവർത്തകർ സ്വീകരിക്കുന്ന ഈ അപേക്ഷകൾ എൻ്റർ ചെയ്യുന്നതും നമ്മളെ അംഗൻവാടി പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയ പുതിയ അപ്ഡേഷനുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ PMMBY സാധാരണ അപേക്ഷകൾ എൻ്റർ ചെയ്യുന്നത് നമ്മൾ സൈറ്റ് വഴിയായിരുന്നു. എന്നാൽ FRS എന്ന സംവിധാനം ഇപ്പോൾ എല്ലാവർക്കും നിർബന്ധമാക്കിയതുകൊണ്ട് PMMBY സോഫ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ കൂടെ നമ്മളെ ഫോണിനകത്തേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ആധാർ ഫേസ് ID എന്ന് പറയുന്ന ആപ്പും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ രണ്ട് ആപ്ലിക്കേഷനിലൂടെ മാത്രമേ തുടർന്ന് അങ്ങോട്ട് എളുപ്പത്തിൽ നമുക്ക് ഈ PMMBYയുടെ അപേക്ഷകളെല്ലാം തന്നെ കൃത്യമായി എൻ്റർ ചെയ്യാനും അതിൻ്റെ അവസാന നിമിഷം പണം കയറുന്നവരെയും നമുക്ക് ഫോളോ ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൃത്യമായി നമ്മളെ ടീച്ചേഴ്സ് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമുക്കറിയാം, അംഗൻവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്ക് മാത്രമേ നമുക്ക് ഇത്തരത്തിൽ PMMBYക്കുള്ള ആനുകൂല്യങ്ങൾ അപേക്ഷകൾ സ്വീകരിക്കാനും അത് കൊടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ ആദ്യം തന്നെ ടീച്ചേഴ്സ് നടത്തിയിട്ടുണ്ടാവും. അതായത് ഈ ഗുണഭോക്താക്കളൊക്കെ തന്നെ ഇനി അംഗൻവാടിയിലൂടെ നൽകുന്ന സേവനങ്ങൾ തുടർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ FRS എന്ന് പറയുന്ന പ്രോസസ്സ് കൂടി പൂർത്തിയാക്കണം. അതായത് ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കണം എന്നുള്ളതാണ് കൃത്യമായി ഇതിലൂടെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനകത്ത് ഇത്തരത്തിൽ ഗർഭിണികളെയോ അല്ലെങ്കിൽ ആക്ടിവിറ്റി മദറിനെയും നിർബന്ധമായിട്ടും FRS പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ PMMBY സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ ഇതെല്ലാം എൻ്റർ ചെയ്ത് കൃത്യമായ അവസാന ഭാഗം എത്തുന്ന സമയം ഈ പച്ച നിറത്തിൽ കാണുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആയി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് സൂപ്പർവൈസർ ലോഗിനിലോട്ടും പിന്നീട് അങ്ങോട്ട് CDPI ലോഗിനിലോട്ടും പോയി പണം കയറുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മളെ ടീച്ചേഴ്സ് എത്ര എൻ്റർ ചെയ്താലും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജുകൾ നിങ്ങൾക്ക് പിന്നീട്, അതായത് ഡാറ്റ എൻട്രിക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ SMS ആയിട്ട് ഗുണഭോക്താവിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചർമാർക്കോ കിട്ടുന്നൊരു സാഹചര്യമുണ്ട്. അതിലിങ്ങനെ പ്രിയപ്പെട്ട ഗുണഭോക്താവിൻ്റെ പേര് ID നമ്പർ ഉണ്ടാവും. താങ്കളുടെ FRS ഓതൻറ്റിക്കേഷൻ പൂർണ്ണമായിട്ടില്ല, ദയവായി നിങ്ങളുടെ അടുത്തുള്ള അംഗൻവാടി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും, സന്ദർശിക്കുക, കൂടുതൽ വിവരങ്ങൾക്ക് PMMBY ഹെൽപ്പ് ലൈൻ. ഇത്തരത്തിലുള്ള ഒരു സന്ദേശം ഗുണഭോക്താക്കൾക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗുണഭോക്താവ് പെട്ടെന്ന് അത് എന്താണെന്ന് അറിയാതെ നമ്മളെ ടീച്ചറെ വീണ്ടും ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് കൃത്യമായി ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമുക്കറിയാം, PMMBY ഗുണഭോക്താക്കൾക്ക് ഡാറ്റ എൻട്രിയിൽ അവരുടെ അപേക്ഷകളൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് സക്സസ്ഫുള്ളി ഒക്കെ കണ്ടതിന് ശേഷം ഇത്തരത്തിലൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുണഭോക്താവിൻ്റെ FRS പോഷൻ ട്രാക്കറിൽ പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ പൂർത്തിയായി എന്ന് ഡബിൾ ടിക്കോട് കൂടി അവരുടെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഒന്നുകൂടെ ഇത്തരത്തിൽ ഗുണഭോക്താക്കളുടെ കൃത്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ അപേക്ഷ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ PMMBY ആപ്പിലൂടെയാണ് നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മൾ ഫോണിനകത്ത് PMMBYയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഒപ്പം ആധാർ ഫേസ് ID എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ PMMBY സോഫ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഡാറ്റ എൻട്രി പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ഡാറ്റ എൻട്രി പേജ് ഓപ്പൺ ആയ ഉടനെ ഒരു പച്ച നിറത്തിൽ ഒരു ടാബ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഫേസ് ഓതൻറ്റിക്കേഷൻ ഓഫ് എൻറോൾഡ് ബെനിഫിഷ്യറീസ് എന്ന് കാണും. അതിന് താഴെ ചെക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ ത്രൂ പോഷൻ ട്രാക്കർ ഓഫ് പ്രീ രജിസ്റ്റേർഡ് ബെനിഫിഷ്യറി എന്ന നീല നിറത്തിൽ നിങ്ങൾക്ക് ഒരു ടാബ് കാണാൻ കഴിയും. ആ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളെ ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഇത്തരത്തിലൊരു മെസ്സേജ് കാണുമല്ലോ, അതായത് നിങ്ങളുടെ FRS പൂർത്തിയായിട്ടില്ല, അടുത്തുള്ള അംഗൻവാടിയിൽ നിങ്ങൾ സന്ദർശിക്കുക എന്ന് ഗുണഭോക്താവിന് ഒരു മെസ്സേജ് കിട്ടിയ ഉടനെ ഈ സന്ദേശം ആരുടെയാണെന്നുള്ളത് മനസ്സിലാക്കി ടീച്ചർ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആക്കി ഇത്തരത്തിൽ PMMBY ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ ത്രൂ പോഷൻ ട്രാക്കർ ഓഫ് പ്രീ രജിസ്റ്റേർഡ് ബെനിഫിഷ്യറി എന്ന ടാബ് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത്തരത്തിൽ പ്രശ്നം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുമായി നിങ്ങളെ സമീപിച്ച ഗുണഭോക്താവിൻ്റെ പേര് നിങ്ങൾക്ക് ഈ ടാബിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ റിജക്റ്റ് എന്നോ അല്ലെങ്കിൽ FRS എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഇത് ശരിയാവുന്നില്ല എന്നാണ് ടീച്ചർ മനസ്സിലാക്കുന്നതെങ്കിൽ വീണ്ടും പുറകിലോട്ട് വന്ന് ഇത്തരത്തിൽ വീണ്ടും ഡാറ്റ എൻട്രി പേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ളൊരു ടാബ് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗുണഭോക്താവിനെ ലൈവായിട്ട് ഒന്നുകൂടെ PMMBY സോഫ്റ്റ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ അവർ ലൈവായിട്ട് അവരുടെ ഫോട്ടോ എടുക്കുക. നേരത്തെ പോഷൻ ട്രാക്കറിൽ FRS ചെയ്യുന്നത് പോലെ തന്നെ കൃത്യമായി
ആ വൃത്തത്തിനുള്ളിൽ അവരുടെ തല മുതൽ ഷോൾഡർ വരുന്ന ഭാഗം കറക്റ്റ് സ്ട്രെയിറ്റ് ഫേസായി ഹൈ ബ്ലിങ്ക് ചെയ്യാൻ പറയണം. അങ്ങനെ വരുന്ന സമയം കൃത്യമായിട്ട് ഈ റെഡ് റൗണ്ട് നിങ്ങൾക്ക് കാണും. അതിനകത്ത് ഈ ഫേസ് കറക്റ്റായിട്ട് പോസ് ചെയ്ത് നിങ്ങൾ ബ്ലിങ്ക് ചെയ്യുന്ന സമയം ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ മാർക്കിൽ ആ സർക്കിൾ ചേഞ്ചായി വരും. അത് വരുന്നവരെ കൈ അനക്കാതെ, അതായത് ഫോൺ കൃത്യമായി പിടിച്ച് അനങ്ങാതെ തന്നെ പിടിക്കുക. വെരിഫൈ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ സന്ദേശം വരും. ഇങ്ങനെയാണ് ഒരു ഗുണഭോക്താവിൻ്റെ, കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ എൻട്രിയും പൂർത്തിയാക്കി സക്സസ്ഫുൾ എന്ന മെസ്സേജ് വന്ന ശേഷവും ഇത്തരത്തിൽ നിങ്ങളുടെ ഗുണഭോക്താവിന് വീണ്ടും ഒരു അലേർട്ട് സന്ദേശം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതും. ഇത്തരത്തിൽ FRS ചെക്ക് ചെയ്തിട്ട് ഈ 2 ഓപ്ഷനുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രീ രജിസ്റ്റേർഡ് ബെനിഫിഷ്യറിയിൽ പോയി ചെക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഫേസ് ഓതൻറ്റിക്കേഷൻ ഒന്നുകൂടെ PMMBY സോഫ്റ്റ് ആപ്പിലൂടെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് PMMBY സോഫ്റ്റ് ആപ്ലിക്കേഷനിലൂടെ ഈ ഒരു ടാബ് സന്ദർശിച്ചുകൊണ്ട് അവരെ ലൈവായിട്ട് ഫോട്ടോ എടുത്ത് പൂർത്തിയാക്കുക. ഈ സാഹചര്യങ്ങളാണ് ടീച്ചേഴ്സ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. താങ്ക്